ഇത് നമുക്ക് നല്ലൊരു ബീഫ് കട്ട്ലേറ്റ് ചെയ്ത് നോക്കാം. ബീഫിലേക്ക് ഉപ്പ്, ജീരകത്തിന്റെ പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 5 വിസിൽ വരുന്നൊരു വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിഥി സൺഫ്ലവർ ഓയിൽ ആണ്. പ്രൊക്യൂർമെന്റ് മുതൽ പാക്കേജിംഗ് വരെ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ് അതിഥി സൺഫ്ലവർ ഓയിൽ ഫോളോ ചെയ്യുന്നത്. പെരുംജീരകം, സാദാ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, അല്പം ഉപ്പ്. ഒനിയൻ ഒന്ന് സോട്ടായി വരുമ്പോൾ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിന്റെ പൊടി എല്ലാം നന്നായിട്ട് സോട്ട് ചെയ്യുക. മസാലയിലേക്ക് നേരത്തെ ബോയിൽ വെച്ചിട്ടുള്ള ബീഫ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കൂടി ഉടച്ചു ചേർക്കുകയാണ്. മസാലയെല്ലാം ബീഫിലേക്കും കിഴങ്ങിലേക്കും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. തണുത്ത് വന്നതിന് ശേഷം ഒരേ വലുപ്പത്തിലുള്ള ബോളുകളാക്കി നമ്മൾ ആദ്യം ഇതിനെ മാറ്റി ആ ബോളുകളെല്ലാം വീണ്ടും നമ്മൾ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കി നമ്മൾ എക്സ്ട്രാ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്പം മൈദയിൽ എടുക്കുന്നുണ്ട് ആദ്യം. അതിനുശേഷം മിക്സി വെച്ചിട്ടുള്ള മുട്ടയിൽ മുക്കുകയാണ്. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അതിഥി ഓയിലിന്റെ പ്രധാന സവിശേഷതയുടെ ലെസ് അബ്സോർബൻസി ആണ്. അതുകൊണ്ട് തന്നെ ഡീപ് ഫ്രൈ ചെയ്താൽ കുറച്ച് മാത്രമേ എണ്ണ കുടിക്കുകയുള്ളൂ. കൂടാതെ സീറോ കൊളസ്ട്രോൾ, ട്രാൻസ് ഫാറ്റ് ഫ്രീ, ഫോർട്ടിഫൈഡ് വിത്ത് വിറ്റാമിൻ എ, ഡി ആൻഡ് ഇ എന്നീ അതിഥി സൺഫ്ലവർ ഓയിലിന്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായ ശരീരത്തിന് അതിഥി നല്ലൊരു ഓപ്ഷനാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ക്വാളിറ്റി സൺഫ്ലവർ ക്രൂഡ് ഓയിൽ വാങ്ങി കേരളത്തിൽ അവരുടെ സ്വന്തം റിഫൈനിൽ നിന്ന് വേൾഡ് ക്ലാസ് സ്വീഡൻ ടെക്നോളജി മെഷീനറി ഉപയോഗിച്ച് റിഫൈൻ ചെയ്താണ് അതിഥി സൺഫ്ലവർ ഓയിൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധമായ സൺഫ്ലവർ ഓയിലാണ് അതിഥി. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു.